2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 15 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. സർവേ ഫലങ്ങൾ ഇതിനകം തന്നെ വന്നു തുടങ്ങി. മിക്ക സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് LDF അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ്. പൊളിറ്റിക്സ് കേരള സർവേയും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. LDF ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലെങ്കിലും അധികാരത്തിൽ വരുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും പറയുന്നു. LDFനെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും UDFന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ UDFന് നിലനിൽക്കണമെങ്കിൽ 2026 വിജയം അനിവാര്യമാണ്. കേരളത്തിലെ ഭരണം പിടിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ശ്രമങ്ങളാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ UDFനെ സംരക്ഷിച്ച് നിർത്താൻ, UDFനെ കെട്ടുറപ്പോടെ നിർത്താൻ മുസ്ലിം ലീഗ് തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് അറിയാം, ഇത്തവണ കൂടി പോയി കഴിഞ്ഞാൽ, ഇത്തവണ കൂടി പാളിക്കഴിഞ്ഞാൽ ഇനി UDF ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ലാക്കോടുകൂടി നീങ്ങുന്നു. മുസ്ലിം ലീഗ് ഇപ്പോൾ ചടുലമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ നീക്കം ജോസ് കെ മാണി ഗ്രൂപ്പിനെ തിരികെ UDFിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ്. ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ്. അത്ര വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ കൂടെ കൂട്ടി എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ശ്രമം. മുസ്ലിം ലീഗിന്റെ ഈ ശ്രമത്തിന് കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. കോൺഗ്രസിനെ കൊണ്ട് അധികാരം പിടിക്കാൻ വലിയ പാടാണെന്നുള്ളത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു. മുസ്ലിം ലീഗിന്റെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ചടുലമായി മാറുന്നു. ജോസ് കെ മാണിയെ ചുണ്ടയിൽ കൊരുക്കാൻ ലീഗിന് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. തിരുവമ്പാടി സീറ്റാണ് അവർ വെച്ച് നീട്ടിയിരിക്കുന്നത് ജോസ് കെ മാണിക്ക്. അത്രയേറെ ഓഫറുകൾ ജോസ് കെ മാണിക്ക് കൊടുത്തിരിക്കുന്നു ലീഗ്. പക്ഷേ ജോസ് കെ മാണി അതിൽ വീഴുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. ലീഗ് തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇനി ഭരണം പിടിച്ചില്ലെങ്കിൽ കേരളത്തിൽ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല. അതാണ് ലീഗ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസും അത് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവരിപ്പോഴും തമ്മിൽ തല്ലുന്ന സ്ഥിതിയിലാണ്. ഈ സാഹചര്യത്തിൽ ഭരണം പിടിക്കാൻ ലീഗ് ഇറങ്ങുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുന്നു. ജോസ് കെ മാണിയും ലീഗ് നേതാക്കളും തമ്മിൽ, പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഈ ബന്ധമാണ് എല്ലാത്തിനും കാരണം. ഈ ബന്ധമാണ് ലീഗിനെ ജോസ് കെ മാണിയെ ചൂണ്ടാൻ പ്രേരിപ്പിക്കുന്നത്. ജോസ് കെ മാണി ശക്തിദുർഗമാണ് മധ്യ കേരളത്തിൽ. ജോസ് കെ മാണി UDFനൊപ്പം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഉണ്ടായ തകർച്ചയെ അതിജീവിക്കാൻ സാധിക്കും. വലിയൊരു തകർച്ചയാണ് കഴിഞ്ഞ തവണ മധ്യ കേരളത്തിൽ UDFന് സംഭവിച്ചത്. അത് അതിജീവിക്കാൻ ജോസ് കെ മാണിയെ കൂടെ കൂട്ടുന്നതിലൂടെ സാധിക്കും എന്ന ലീഗ് തിരിച്ചറിയുന്നു. കോൺഗ്രസുകാർ വിളിച്ചാൽ ജോസ് കെ മാണി പോകില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന ജോസ് കെ മാണി അവർ വിളിച്ചാൽ പോവുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ മുമ്പ് സർവേ ഫലങ്ങൾ, പൊളിറ്റിക്സ് കേരളയുടെ സർവേ ഫലം വിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഗതിമാറ്റങ്ങൾ, ഇനി അങ്ങോട്ടുണ്ടാകുന്ന രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾ, അതാണ് ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിനെ ഏറെ സ്വാധീനിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾ, രാഷ്ട്രീയ കാറ്റുകൾ ഒക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ കാറ്റ് കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ജോസ് കെ മാണിയെ ചൂണ്ടയിടാൻ മുസ്ലിം ലീഗ് ഇറങ്ങി.